ലക്ഷദ്വീപിൽ 9 സെന്ററുകളും UAEയിൽ 7 സെന്ററുകളുമായി ആകെ 4,17,497 കുട്ടികൾ പരീക്ഷ എഴുതേണ്ടിയിരുന്നു. ഇതിൽ കേരള ലക്ഷദ്വീപ് മേഖലയിലെ പരീക്ഷകൾ തടസ്സമില്ലാതെ യഥാസമയം തന്നെ നടന്നു. എന്നാൽ ഗൾഫ് മേഖലയിലെ UAEയിലെ വിവിധ എമിറേറ്റുകളിലുള്ള 7 പരീക്ഷാ കേന്ദ്രങ്ങളിൽ SSLC പരീക്ഷ എഴുതേണ്ട 633 കുട്ടികളുടെ പരീക്ഷ നടത്തുവാൻ കഴിഞ്ഞിട്ടില്ല. ഈ യുദ്ധ സാഹചര്യം മൂലം UAEയിലെ SSLC പരീക്ഷകൾ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ മാറ്റിവെക്കുന്നതിന് നിർദ്ദേശം നൽകി. മധ്യേഷ്യയിൽ നിലനിൽക്കുന്ന യുദ്ധ സാഹചര്യം മൂലം UAE ഭരണകൂടം ഏപ്രിൽ 17 വരെ UAEയിലെ എല്ലാ വിദ്യാലയങ്ങൾക്കും സമ്പൂർണ്ണ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സ്ഥിതിഗതികൾ ഇപ്പോൾ മാറ്റമില്ലാതെ തുടരുന്ന സാഹചര്യത്തിൽ SSLC ഫലപ്രഖ്യാപനത്തിന് മുന്നോടിയായി പുനഃപരീക്ഷ നടത്തുവാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. പ്രസ്തുത സാഹചര്യത്തിൽ CBSE, ICSE പോലുള്ള പരീക്ഷാ ബോർഡുകൾ GCC രാജ്യങ്ങളിലെ 12ാം ക്ലാസ് വരെയുള്ള പരീക്ഷകൾ റദ്ദാക്കിയിട്ടുള്ളതുമാണ്. പരീക്ഷകൾ റദ്ദാക്കിയിട്ടുണ്ടെങ്കിലും പ്രസ്തുത ബോർഡുകൾ നിശ്ചയിക്കുന്ന മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ പരീക്ഷയുടെ ഫലപ്രഖ്യാപനം യഥാസമയം തന്നെ നടത്തുന്നതാണെന്ന് ബന്ധപ്പെട്ട സ്കൂളുകളെ അറിയിച്ചിട്ടുണ്ട്. ഗൾഫ് മേഖലയിലെ 2026 മാർച്ച് SSLC പരീക്ഷ സംബന്ധിച്ച വ്യക്തമായ തീരുമാനങ്ങൾ ഇതുവരെ നൽകിയിട്ടില്ലാത്തതിനാൽ കുട്ടികളും രക്ഷകർത്താക്കളും സ്കൂൾ അധികൃതരും ആശങ്കയിലാണ്. നിരവധി രക്ഷകർത്താക്കൾക്ക് തൊഴിൽ നഷ്ടപ്പെടുകയോ ശമ്പളം വെട്ടിക്കുറയ്ക്കുകയോ അവരുടെ ഉടമസ്ഥതയിലുള്ള ബിസിനസ് സംരംഭങ്ങൾ നിലനിർത്തിക്കൊണ്ടു പോകാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ആയതിനാൽ മാറ്റിവെക്കപ്പെട്ട പരീക്ഷയെ സംബന്ധിച്ച വ്യക്തമായ തീരുമാനങ്ങൾ അടിയന്തരമായി അറിയിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ കുട്ടികളുടെ രക്ഷകർത്താക്കൾക്കും UAEയിൽ തുടരുന്നതിനോ സ്വദേശത്തേക്ക് മടങ്ങിപ്പോകുന്നതിനോ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്നു. മേൽപ്പറഞ്ഞ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പരീക്ഷാ കമ്മീഷണറുടെ അധ്യക്ഷതയിൽ 2026 ഏപ്രിൽ 6 അവലോകന യോഗം ചേരുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അന്നേ ദിവസം തന്നെ പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ഏപ്രിൽ മാസം 7 പൊതുപരീക്ഷാ ബോർഡ് യോഗം വിളിച്ചു ചേർത്ത് ചർച്ച ചെയ്ത് സർക്കാരിലേക്ക് സമർപ്പിക്കേണ്ട നിർദ്ദേശങ്ങൾ അന്തിമപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ബോർഡ് ചർച്ച ചെയ്ത് കൈക്കൊണ്ട തീരുമാനങ്ങൾ ഇനി പറയുന്നവയാണ്. 1. ഗൾഫ് കേന്ദ്രങ്ങളിൽ UAE SSLC മാർച്ച് 2026 പരീക്ഷ റദ്ദ് ചെയ്യുന്നതിന് തീരുമാനിച്ചു. 2. 2026 ഫെബ്രുവരി മാസം 16 മുതൽ 20 വരെ നടത്തിയ SSLC മോഡൽ പരീക്ഷ, മോഡൽ IT പരീക്ഷ എന്നിവയിലെ മാർക്ക് മാനദണ്ഡമാക്കി ഒരു നിശ്ചിത ശതമാനം ഗ്രേസ് മാർക്ക് കൂടി ഉൾപ്പെടുത്തി ഫലം പ്രഖ്യാപിക്കുവാൻ ബോർഡ് തീരുമാനിച്ചു. 3. 2026 ഫെബ്രുവരി മാസം SSLC മോഡൽ പരീക്ഷ എഴുതുവാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് ടൈം, സെക്കൻഡ് ടൈം, പ്രീ മോഡൽ പരീക്ഷ എന്നിവയിലെ മാർക്കിന്റെ അടിസ്ഥാനമാക്കി നിശ്ചിത ശതമാനം ഗ്രേസ് മാർക്ക് ഉൾപ്പെടുത്തി ഫലം പ്രഖ്യാപിക്കുവാനും തീരുമാനമായി. 4. ഇത്തരത്തിൽ പരീക്ഷാഫലം നൽകിക്കഴിഞ്ഞാലും പരീക്ഷ കേരളത്തിലോ UAEയിലോ സാഹചര്യം അനുകൂലമായാൽ എഴുതുവാൻ കുട്ടികൾക്ക് അവസരം നൽകേണ്ടതാണെന്നും തീരുമാനിച്ചു. 5. ഗ്രേസ് മാർക്ക് എത്ര ശതമാനം നൽകേണ്ടതുണ്ട് എന്നത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട വിവരങ്ങളുടെയും മോഡൽ പരീക്ഷകളിലെ മാർക്കിന്റെയും താരതമ്യം പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ പരീക്ഷാഭവൻ തയ്യാറാക്കുകയും പരീക്ഷാ ബോർഡിന്റെ അംഗീകാരം നേടേണ്ടതുമാണ്. മേൽ പരാമർശങ്ങളെ സംബന്ധിച്ച് വിശദമായ പ്രപ്പോസൽ തയ്യാറാക്കി സർക്കാരിലേക്ക് അയക്കുന്നതാണ്. SSLC റിസൾട്ട്. SSLC മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങൾ 2026 ഏപ്രിൽ 16 മുതൽ മെയ് 2 വരെ സംസ്ഥാനത്തെ 72 മൂല്യനിർണ്ണയ ക്യാമ്പുകളിലായി നടക്കും. മൂല്യനിർണ്ണയ ക്യാമ്പ് ഉദ്യോഗസ്ഥന്മാരടക്കം 12,000-ഓളം അധ്യാപകരും ജീവനക്കാരും മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കും. ടാബുലേഷൻ നടപടികൾ പൂർത്തിയാക്കി മെയ് 3-ാം വാരം SSLC പരീക്ഷാ ഫലം പ്രസിദ്ധപ്പെടുത്തും. മൂന്നാം വാരം ഇല്ല, 2 ദിവസത്തെ വ്യത്യാസം വരും. മൂന്നാം വാരം, അതായത് പിന്നെ നമ്മുടെ ഗൾഫ് രാജ്യത്തെ പ്രശ്നങ്ങൾ വെച്ചുകൊണ്ട് ഡേറ്റ് കുറച്ചൊക്കെ മാറിയത്. 2-3 ദിവസം മാറും. ഇലക്ഷന്റെ വാല്യുവേഷൻ ഇലക്ഷന്റെ പിന്നെ ഡ്യൂട്ടി പിന്നെ ടീച്ചറുടെ മരണം, പിന്നെ അതെല്ലാം കുറെ പ്രശ്നങ്ങളുണ്ട്. പറയാതെ ഒന്ന് പറഞ്ഞു പോകല്ലോ. ഇലക്ഷൻ മറ്റ് അവധികൾ മൂലം നമ്മൾ വാല്യുവേഷൻ ഇന്ന് മുതൽ ആരംഭിച്ചിട്ടേ ഉള്ളൂ. കഴിഞ്ഞ വർഷം നമ്മൾ ഏപ്രിൽ 3-ാം തീയതി ആരംഭിച്ചിരുന്നു. അതുകൊണ്ടാണ് റിസൾട്ട് വൈകേണ്ടി വന്നത്. വൈകുന്നില്ല. എത്ര ദിവസം വ്യത്യാസം കഴിഞ്ഞ വർഷക്കാർ? 5-6 ദിവസത്തെ ഇങ്ങനെ വരുന്നു. ഹയർ സെക്കൻഡറി പരീക്ഷാ വിഭാഗം അത് ഇങ്ങനെയാണ്. ഗൾഫ് മേഖലയിലെ 2026 മാർച്ചിലെ പൊതുപരീക്ഷ, 2026 മാർച്ച് മാസം ഗൾഫ് മേഖലയിൽ നടക്കേണ്ടിയിരുന്ന 2ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷകൾ ഗൾഫ് യുദ്ധം കാരണം റദ്ദ് ചെയ്യുവാൻ തീരുമാനിച്ചു. തുടർന്ന് പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കുന്നതിനെക്കുറിച്ചും
ഒന്നാം വർഷ പരീക്ഷ നടത്തിപ്പ് സംബന്ധിച്ചും ചുവടെ പറയും പ്രകാരം തീരുമാനങ്ങൾ എടുക്കുകയുണ്ടായി. വിദ്യാർത്ഥികളുടെ ഒന്നാം വർഷ തിയറി പരീക്ഷയുടെ മാർക്ക് രണ്ടാം വർഷ തിയറി പരീക്ഷയുടെ മാർക്കായും അതോടൊപ്പം രണ്ടാം വർഷം ലഭ്യമായ CE പ്രാക്ടിക്കൽ എന്നീ മാർക്കുകളും ചേർത്ത് റിസൾട്ട് നൽകുന്നതിനും പ്രാക്ടിക്കൽ ഇല്ലാത്ത വിഷയങ്ങൾക്ക് ഒന്നാം വർഷ തിയറി പരീക്ഷയുടെ മാർക്ക് രണ്ടാം വർഷ തിയറി പരീക്ഷയുടെ മാർക്കായും അതോടൊപ്പം CE മാർക്കും ചേർത്ത് റിസൾട്ട് നൽകുവാൻ തീരുമാനിച്ചു. മേൽപ്പറഞ്ഞ തീരുമാനത്തിൽ തൃപ്തരല്ലാത്ത വിദ്യാർത്ഥികൾക്ക് 2026 ജൂണിൽ നടക്കുന്ന രണ്ടാം വർഷ സേഫ് ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഒന്നാം ചാൻസായി പരിഗണിച്ച് പരീക്ഷ എഴുതുന്നതിന് അവസരം നൽകുവാനും തീരുമാനിച്ചു. 2026 മാർച്ച് ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷ 2026 ജൂണിൽ നടക്കുന്ന സേ ഇംപ്രൂവ്മെന്റ് പരീക്ഷകൾക്കൊപ്പം ഗൾഫിലെ കുട്ടികൾക്ക് മാത്രമായി നടത്തുവാൻ തീരുമാനിച്ചു. രണ്ടാം വർഷ വിദ്യാർത്ഥികൾക്ക് ഒന്നാം വർഷ ഇംപ്രൂവ്മെന്റ് പരീക്ഷ എഴുതുന്നതിന് ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഹയർ സെക്കൻഡറി പഠനം പൂർത്തിയാക്കി ഏതെങ്കിലും വിഷയങ്ങളിൽ ജയിക്കുവാൻ കഴിയാത്ത വിദ്യാർത്ഥികൾക്ക് കമ്പാർട്ട്മെന്റ് സ്റ്റുഡൻസ് 1ഉം 2ഉം വർഷ പരീക്ഷ നടത്തുവാൻ കഴിയാത്തതിനാൽ മുൻ വർഷങ്ങളിൽ എഴുതിയ 1ഉം 2ഉം വർഷ പരീക്ഷയുടെ മികച്ച സ്കോർ എടുത്ത് റിസൾട്ട് നൽകുവാനും തീരുമാനിച്ചു. ഈ വിദ്യാർത്ഥികൾക്ക് 2026 സേ ഇംപ്രൂവ്മെന്റ് പരീക്ഷ എഴുതുന്നതിന് അവസരം നൽകാവുന്നതാണ്.